ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. പ്രകൃതിക്കും മഹിമയോടന്തിമ വിധി നാട് കർത്താവേ നീയണയുമ്പോ കരുണയുടെ നിർത്തണമേ നല്ല വരുത്തു വലം ഭാവി. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതരായുസ്സും. പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ
അവന്റെ സന്തോഷത്തിലാകാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, ദിവ്യങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിന്തലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യവേളത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയോന്റെ പക്കലാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ. ദൈവത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ കൽപ്പനയനുസരിച്ച് മരണമല്ലോ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമാണവരിലേക്ക് നയിക്കുവാനായി വാങ്ങമേത്തിന് മഹത്വത്തോടുകൂടി ആകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതുകണ്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതും നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷത്തെ പാട്ടുകൊടുത്താൻ വേണ്ടി എന്റെ അനുഗ്രഹത്തിലെത്താൻ ഈ ആത്മാനഗരത്തിൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.
ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
വീണ്ടെന്നെ ലോകം നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി നിങ്ങൾക്കു ഞാനേകിടുന്നു. സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെന്റെ മോദം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്താൽ, നിന്ദനം കൊണ്ടേ നിറച്ചാൽ, എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അഴലേറിയുൾ തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കുതിക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും താതനിൽ ചെന്നങ്ങു ചേരാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കു
എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോത്തരത്തിനായി സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു പാരം ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽപ്പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനാ
വെറുതെ പിഴച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ പുത്ര വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി ഗാത്രദത്തം മാനുഷർക്ക് കൊടുത്തോ പുത്ര മാനുഷർക്കു നിൻ പിതാവു മനോഗുണം നൽകുവാനായി മനോസാധ്യമപേക്ഷിച്ചു കേണിതോ പുത്ര ചിന്തയുക്തം അപേക്ഷിച്ചു ചിന്തവന്ത സംഭ്രമത്താൽ ചിന്തിച്ചോര വിയർത്തു നീ കുളിച്ചോ പുത്ര വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചോ പുത്ര ഭൂമി ദോഷാൽ വലഞ്ഞേറെ സ്വാമി നിന്റെ ചോരയാലേ ഭൂമി തന്റെ ശാപവും നീ ഒഴിച്ചോ പുത്ര ഇങ്ങനെ നീ മാനുഷർക്കു മംഗളം വരുത്തുവാൻ
തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പുത്ര വേല നീങ്ങനെ ചെയ്തു കൂലി സമ്മാനിപ്പതിനായി കാലമേ പാപികൾ നിന്നെ വളഞ്ഞു പുത്ര. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി
വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിലേറ്റിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യരയേവം സകലേശൻ നിരളം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും.
മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായ നമ്മൾ കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവരുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പാശുചേട്ടന്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഇടവക അംഗങ്ങളെയും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒറ്റ വാക്കില് പാച്ചുൻ ചേട്ടൻ്റെ ജീവിതത്തെ വിവരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ അടുത്തെറിഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് പറയുവാൻ സാധിക്കും സഫലമി യാത്ര. അതേ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എന്നേക്കാൾ ഉപരിയായി ഈ നാട്ടിലുള്ളവരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, ധന്യമാണ് ഈ ജീവിതം, ദൈവാനുഗ്രഹമായിരുന്നു ഈ ജീവിതം. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നാം ഇന്ന് പാച്ചുൻ ചേട്ടനെ യാത്രയാക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹം ഓടി നടന്ന് പണി ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്നും ഇവിടെ ഈ തിണ്ണയിൽ കസേരയിലിരിക്കുന്നത് കൊണ്ട് എല്ലാവരെയും നിരീക്ഷിച്ച് വേണ്ട ഉപദേശങ്ങൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് ഈ തിണ്ണയിലിരിക്കുന്ന സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനും അദ്ദേഹത്തെ പരിചയപ്പെടുക. പക്ഷേ എന്തോ പെട്ടെന്ന് തന്നെ ഒരു ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അത് തുടർന്നു, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ ചാർജ് എടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചായും അന്നിവിടെ മുറ്റത്തൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു, ആ മാവില് മാങ്ങ ഉണ്ടായി, അതിലൊരു കുറച്ച് പറിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കോട്ടയത്ത് കൊണ്ടുപോയി മൂലക്കാട്ട് പിതാവിന് കൊടുക്കണം, ഞാൻ തന്നുവിട്ടതാണെന്ന് പറയുകയും ചെയ്യണം. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം കോട്ടയത്ത് ചെന്നപ്പോൾ പിതാവിന് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാവുകയും അദ്ദേഹം പഴയകാലം കാര്യങ്ങൾ പാച്ചുൻ ചേട്ടനുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമെല്ലാം എന്നോട് പറയുമൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ ഈ ഇടവയോട് തൊട്ടടുത്ത് കിടന്നത് കൊണ്ടോ അല്ലയോ എന്നെനിക്കറിയത്തില്ല, നമ്മുടെ പള്ളിയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം. അവസാന കാലഘട്ടങ്ങളിൽ അവിടെ കയറി വരുവാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്കിൽ തന്നെയും ഇവിടെ ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ അവിടെ ഇവിടെ മാറി മാറി വരുന്ന വികാരിയച്ഛന്മാരെ സഹായിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ പള്ളിയുടെ എന്തോ ഒരു ഭാഗം തന്നെയായിട്ട് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് അദ്ദേഹത്തെ യാത്രയാക്കുക. കാരണം നമുക്കറിയാം, വളരെയധികം കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം ഇവിടെ ആരംഭിച്ചത്. മണ്ണിനോട് മല്ലടിച്ച്, കാലാവസ്ഥയോട് മല്ലടിച്ച് ദൈവം അദ്ദേഹത്തിന് നൽകിയ 9 കുഞ്ഞുങ്ങളെയും
വലിയ നിലയിലാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇതിൽ കൂടി എന്തൊരു വലിയ ഭാഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആരോഗ്യത്തോടു കൂടി അദ്ദേഹം അവരെയെല്ലാം വളർത്തി വലുതാക്കി. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഫ്രാൻസിസ് ദൈവത്തിലേക്ക് യാത്രയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, എനിക്കെല്ലാം മനസ്സിലാവുന്നു, പക്ഷെ ഇത് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ഞാൻ ദൈവത്തിനായിട്ട്, ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിശ്വാസത്തിന് ഉടമയായിരുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തരികയുണ്ടായി. ആ വർഷവും നിങ്ങൾ മക്കൾക്ക് എല്ലാവിധ തിരക്കുകളും ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ച് നിങ്ങളുടെ സ്നേഹം അദ്ദേഹത്തിന് നൽകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സ്നേഹബന്ധങ്ങളുടെ ഒരു ഉറവിടമായിരുന്നു ഈ കുടുംബം. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ ആ സ്നേഹം തന്നെയാണ് എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുമായിരുന്നു. കൈകാരന്മാരായിട്ടിരുന്ന, എന്നോടൊപ്പം കൈകാരന്മാരായിട്ടിരുന്ന സജിയും ഫിലിപ്പേട്ടനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ കുറേ നാൾ ഒരു കിണർ കുത്തുന്നതിനായിട്ട് ഇവിടെ കിടന്ന് അധ്വാനിച്ചു. പക്ഷേ ഒറ്റ ഒരു ദിവസം പോലും പാചൻ ചേട്ടൻ എന്നെ ആ കിണറിൻ്റെ അവസ്ഥ എന്തേരെയായി, എൻ്റെ പണി ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കാതെ വിട്ടിട്ടില്ല. അവസാനം ഇവിടെ വന്ന് വെള്ളം കുടിപ്പിച്ചതിന് ശേഷമേ എന്നെ മുകളിലേക്ക് കയറ്റി വിടുകയുണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വക കാര്യങ്ങളെല്ലാം സാധാരണ ജീവിത കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുക. ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം. അദ്ദേഹം ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായിരുന്നു. ദൈവവിളി പ്രോത്സാഹിപ്പിച്ച് തൻ്റെ 9 മക്കളിൽ 2 പേരെ അതിനായിട്ട് അദ്ദേഹം സഭയ്ക്കായി വിട്ടു നൽകി. മറ്റു മക്കൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനം വരെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവരെല്ലാവരും, നിങ്ങൾ മക്കളെല്ലാവരും വിദൂരങ്ങളിലായിരുന്നെങ്കിൽ തന്നെയും ആൻസി ചേച്ചി പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ജീവിത അവസാനങ്ങളിൽ നിമിഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ആ ജോലിയെല്ലാം വേണ്ട എന്ന് വെച്ച് ശുശ്രൂഷിക്കുവാനായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അനൂപിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറുമായിരുന്നു. ഇവരുടെ സ്നേഹം പ്രത്യേകിച്ച് അവർക്ക് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇതാ നാം ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്, സഫലമാണ് ഈ യാത്ര, ധന്യമാണ് ഈ ജീവിതം. കാരണം ദൈവം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച ഒരു ജീവിതമായിരുന്നു പാശൻ ചേട്ടൻ്റേത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ഫ്രാൻസിസുമായി അദ്ദേഹം കെട്ടിപ്പുണരുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് സന്തോഷിക്കാം. കാരണം ഇവർ 2 പേരും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മളോട് പറയുക, അടിയുറച്ച് ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തെ സഫലമാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തെ നമ്മളും ധന്യമാക്കി മാറ്റണം. അദ്ദേഹം എപ്രകാരം ജീവിതത്തിൽ പ്രവർത്തിച്ചുവോ, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് അദ്ദേഹം ജീവിച്ചുവോ, അതുപോലെ തന്നെ നമ്മളും ഇതാ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രതി, അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ദൈവത്തിലേക്ക് യാത്രയാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രമേയാൻ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന്
നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കാരുണ്യം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയയുടെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരണം വരുമൊരു നാളോർക്കുക മത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസന, എന്തിനു നീറുന്നു തിരമാലകള തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടികൾ പോഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം.